സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വെട്ടിക്കുറയ്ക്കലിനെതിരെ LDF അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം പത്മാക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള നാട്ടിലെ ബഹുജന ശക്തി ഈ കഴിഞ്ഞ 3-ാം തീയതി തീരുമാനിച്ച സമരമാണ്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് ഇന്നത്തേക്ക് നമ്മൾ മാറ്റിവെക്കാം. പക്ഷെ കാലാവസ്ഥ ഇത്ര നന്നാവേണ്ടിയില്ല. ഈ സമരം എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള സമരമല്ല. കേരളത്തിൽ അധികാരത്തിൽ വന്ന സതീശന്റെ പൂക്കി വിസ്മയ ഗവൺമെന്റ് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നിരവധി സമരങ്ങൾക്കുള്ള അവസരം ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റാണ്. പക്ഷേ ഞങ്ങളിത് തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ പെട്ടെന്നൊന്നും ഒരു സമരത്തിന് വരണ്ട. ഞങ്ങളെ നേതാക്കന്മാർ തന്നെ അങ്ങനെ ഒരു ധാരണയിലാണ് നിന്നത്. പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയൻ അത് പരസ്യമായി പറയുന്നുണ്ട്. നോക്കട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനുഭാവികളും പ്രവർത്തകരുമാണെങ്കിൽ നമ്മൾ 10 കൊല്ലം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും തോറ്റല്ലോ. അപ്പോൾ ഈ കുത്തിയവരൊന്ന് പഠിക്കട്ടെ. അതുകൊണ്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി കൊടിയൊക്കെ എടുത്ത് ഇറങ്ങല് എന്നൊരു ചർച്ചയും സംഘടിപ്പിച്ചു. ഇത്ര പെട്ടെന്ന് തന്നെ ഒരു സമരവുമായി രംഗത്ത് വരണം എന്ന് നമ്മൾ കരുതിയതല്ല. UDF സർക്കാർ അധികാരത്തിലേറി വെറും 2 മാസം പിന്നിടുമ്പോൾ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും താറുമാറായെന്നും LDF സർക്കാരിന്റെ ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി അനുവദിച്ചിരുന്ന തുകയുടെ 3/4 ഭാഗത്തോളമാണ് UDF സർക്കാർ അനുവദിച്ചിരിക്കുന്നതെന്നും ഫണ്ടുകൾ തടഞ്ഞുവച്ചതോടെ അമരമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ താഴെത്തട്ടിലുള്ള ജനജീവിതം അവതാളത്തിലായിരിക്കുകയാണെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക, സ്ത്രീ സുരക്ഷാ പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കുക, ഫാമിലി ഹെൽത്ത് സെന്ററുകളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, സർക്കാർ ആശുപത്രികളിലേക്കും മൃഗാശുപത്രികളിലേക്കുമുള്ള മരുന്ന് വിതരണം, കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസമാകുന്ന പാലിയേറ്റീവ് നഴ്സുമാരുടെ സേവനം എന്നിവയെല്ലാം കടുത്ത പ്രതിസന്ധിയിലാണെന്നും ആരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. CPI ഏരിയ സെന്റർ അംഗം കുന്നുമൽ ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെന്റർ അംഗങ്ങളായ VK അനന്തകൃഷ്ണൻ, ശിവാത്മജൻ, അമരമ്പലം ചുള്ളിയോട്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ PC നന്ദകുമാർ, P ഉണ്ണികൃഷ്ണൻ, CPI അമരമ്പലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജീവ് പെരുമ്പ്രാൽ, എക്സിക്യൂട്ടീവ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അംഗം സണ്ണി പുലിക്കുത്തിയേൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുനീഷ കടവത്ത്, ഇല്ലിക്കൽ ഹുസൈൻ, പഞ്ചായത്ത് മെമ്പർമാരായ ഒ ഷാജി, PK ഭീന എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.